ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ വെസ്റ്റ് ആഫ്രിക്കയിലെ ടോഗോ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്താണ് ഉള്ളത്. ഓൾമോസ്റ്റ് എൻ്റെ ആഫ്രിക്കൻ ട്രാവൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അടുത്തത് സൗത്ത് അമേരിക്കയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കരീബിയൻ ഐലൻഡ്സും സൗത്ത് അമേരിക്കയാണ് വിചാരിക്കുന്നത്. അന്ന് ബ്രസീലും അർജൻറ്റീനയും ഒക്കെ പോവാണ്ട് ഞാൻ തിരിച്ച് കുറച്ച് പേഴ്സണൽ കാര്യമായിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നായിരുന്നു. അപ്പോൾ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോകണം. അന്ന് എൻ്റെ പ്ലാനിൽ ബഹാമാസ്, ഹൈതി, ക്യൂബ, ജമൈക്ക ഒക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പിന്നെ അന്ന് ഇവിടെ തിരിച്ച് വന്നുകൊണ്ട് പ്ലാൻ മാറി. സോ ഇനി അടുത്ത ട്രിപ്പ് അങ്ങോട്ടാണ്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് പാസ്പോർട്ട് തീർന്നിരിക്കുകയാണ്. അതായത് പേജ് തീർന്നിട്ടുണ്ട്. അപ്പം അത് പുതിയത് റിന്യൂ ചെയ്യണം. അപ്പം അതിന് നാട്ടിലേക്ക് പോകണം. പിന്നെ വേറെ കുറേ വിസയൊക്കെ എടുക്കണം. ഷെങ്കൻ തീർന്നിട്ടുണ്ട്. UK പണ്ട് എനിക്ക് റിജക്റ്റ് ആയിട്ടുണ്ട്. അപ്പം അത് വീണ്ടും എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെ ആയിട്ട് ഞാൻ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ ടോഗോന്നും ഗാനയിലേക്ക് ഇപ്പോൾ ഇവിടുന്ന് ഒരു 6 മണിക്കൂർ ടൈം ഉണ്ടാവും ട്രാവൽ ചെയ്യാൻ. ഇന്ന് നൈറ്റ് എനിക്ക് ഫ്ലൈറ്റാണ്. കെനിയ എയർവേസ് ആണ് എടുത്തിട്ടുള്ളത്. ഇവിടുന്ന് ഞാൻ മുംബൈയിൽ നിന്ന് പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ കൊച്ചിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നിനക്ക് ഇന്ന് രാത്രി ഫ്ലൈറ്റ്. അതിന് മുന്നേ ഞാൻ ഇപ്പോൾ ടോഗോയിൽ എത്തിയിട്ടുള്ളൂ. ഇവിടെ നിന്ന് അടുത്ത രാജ്യത്ത് ഗാനയിൽ അക്കരെ എത്തിയിട്ട് വേണം. അവിടെ സാധനങ്ങളൊക്കെ ഇരിക്കുവാണ് ഒരു മലയാളീസിൻ്റെ വീട്ടിൽ. അവിടെ നിന്ന് ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് വേണം കേട്ടോ എനിക്ക് പോകാനായിട്ട്. ഞാനിവിടെ വന്നിട്ട് 3 ദിവസം സ്റ്റേ ചെയ്തു. പക്ഷേ 3 ദിവസം സ്റ്റേ ചെയ്തിട്ട് ഞാൻ ഈ പൂളിലൊക്കെ ഇറങ്ങാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. ഇവിടെ ഓൾറെഡി കുറേ മലയാളീസൊക്കെ വന്ന് പൂളിലൊക്കെ എന്താ പറയുക സ്വിമ്മിങ് പഠിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അവർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുവാണ് കേട്ടോ. അതാണ് ഇങ്ങനെ കളറൊരു ചെറിയ ഡിഫറൻസ് എല്ലാം. അപ്പോൾ ഇതാ ടെഡീനെല്ലാം ഇന്ന് കെട്ടിയിട്ടേക്കോ. ടെഡിക്ക് വിഷമാ. ടെഡീനെ കെട്ടിയിട്ടേക്കോ. ചെടിയിലെല്ലാം കിടന്ന് മറിഞ്ഞ്. സോ അപ്പം ഞാനിവിടെ ഇറങ്ങാൻ വേണ്ടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡ് കഴിച്ചിട്ടാണ് ഞാനിവിടെ ഇറങ്ങാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഹായ് ശ്വേത, ഗുഡ് മോർണിംഗ്. സൗണ്ട് എല്ലാം തിരിച്ചു വന്ന. എൻ്റെ സൗണ്ട് ഓൾമോസ്റ്റ് പോയി. ത്രോട്ട് പെയിൻ ഉണ്ടല്ലേ. നമ്മളൊരു ബെനിൻ ട്രിപ്പ് പോയതാ. തിരിച്ചു വന്നപ്പോഴേക്കും നമ്മളെ സൗണ്ട് എല്ലാം പോയിട്ടുണ്ട് കേട്ടോ. സോ ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മീൻകറിയും പുട്ടും പിന്നെ മുട്ടയും പിന്നെ ഉണ്ടല്ലോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാൽപ്പായസം. നമ്മളെ നാട്ടിൽ അരി വെച്ചിട്ടുണ്ടാക്കൂലേ, അരിയും പാലും വെച്ചുണ്ടാക്കുന്ന പാൽപ്പായസം, അതെൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ അത് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി തന്നെ കേട്ടോ. ശ്വേത, താങ്ക് യു സോ മച്ച്, ലവ് യു. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അങ്ങനെ ഇതെല്ലാം ഓൾറെഡി ഞാൻ എക്സ്പെക്ട് ചെയ്ത്, എനിക്ക് അറിയാമായിരുന്നു. ഓൾറെഡി ഞാൻ പറഞ്ഞു എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉണ്ടായി തന്നെ. പക്ഷെ ഇത് അതെനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാനിപ്പോൾ ഇതാ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ടോഗോന്നും ഗാനയിലേക്ക് പോവാണ്. ബോർഡറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാ അവരെന്നെ ഇവിടെ കൊണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടാ. ആമി എന്ന് പറഞ്ഞ എന്താ ഫ്രണ്ട്. ഞാനും ആമി, ഫ്രണ്ടും ആമി അല്ലേ ഫ്രഞ്ചില് ആമി. ഞാനപ്പോൾ ഇറങ്ങാണ് കേട്ടോ. ഓക്കെ മോളെ, ടാറ്റാ, ബൈ ബൈ, മിസ് യു ടു, ബൈ ബൈ. ഓക്കെ ബൈ ബൈ. ഓക്കെ കാണാം. ബൈ ബൈ. ഇപ്പറ ഓക്കെ ടാറ്റാ ബൈ. കൺമണിക്ക് വേറെ എവിടെയോ കളിക്കാൻ പോണം. അപ്പൊ അതിന്റെ ഇതില് മുഖം മാടിയിട്ടല്ലേ. ബാഗ് ഇങ്ങത്താ, ഞാൻ പോട്ടെ. പാസ്പോർട്ട് ഇല്ല. നീ പാസ്പോർട്ട് തന്നില്ലേ? എനിക്ക് മനസ്സോടെയാണ് ഞാൻ പോകുന്നത്. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല കേട്ടോ, സീരിയസ്ലി. ഓക്കെ ടാറ്റ, ബൈ ബൈ ബൈ, മിസ് യു, ബൈ 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 ബൈ, ടാറ്റ ബൈ ബൈ ബൈ, കാണാം, ബൈ ബൈ. പിടിച്ചിട്ട് ടാറ്റ. ഇനി എങ്ങാനും എനിക്ക് ഫ്ലൈറ്റ് കിട്ടിയില്ല, ഞാൻ തിരിച്ചു തരാട്ടാ. കിട്ടാണ്ട് കയറി പോടാ. ബൈ ബൈ, ടാറ്റ, താങ്ക് യു, കാണാം, കീപ് ഇൻ ടച്ച്, ബൈ ബൈ. ടോഗോയിൽ നിന്നും ഞാൻ ഗാനയിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ വിസ ഉണ്ടായിരുന്നത് ആക്ച്വലി ബൈ ഫ്ലൈറ്റ് വരാനുള്ള വിസയാണ്. അപ്പോൾ ഐവറി കോസ്റ്റ് നിന്ന് ഗാന കയറിയ സമയത്ത് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് ടോഗോന്ന് ഗാന കയറിയപ്പോൾ അവരിതാക്കി. അത് ചെറിയ പോലീസുകാരുണ്ടല്ലോ, അവരാണ് സീനാക്കി. ഈ എമിഗ്രേഷൻ ഓഫീസേഴ്സ്, വലിയ ഓഫീസേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെ എപ്പോഴും പ്രശ്നമില്ല, അവരൊന്നും ആക്കൂലേ. അപ്പോൾ എന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ ഉള്ളിലേക്ക് പോയി. അങ്ങനെ ആ വിസ കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് വിട്ടു. അതുവരെ പുറത്ത് കുറേ നേരം എന്നെ നിർത്തിയേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ ഈ ഒരു വണ്ടി എടുത്തു. ഇതാണ്ടോ, ഇതൊരു AC വണ്ടി ആട്ടോ. ഈ സെയിം പ്രൈസ് കൊടുത്തിട്ടാണ് ഞാൻ ഗാനയിൽ നിന്ന് ടോഗോയിലേക്ക് വന്നത്. പക്ഷേ ആ സമയത്ത് AC ഉണ്ടായിരുന്നില്ല. AC ഇല്ലാത്ത വണ്ടിയായിരുന്നു ഈ സെയിം പ്രൈസിലുണ്ടായിരുന്നത്. അതെനിക്കറിയില്ല. അപ്പം ഇത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ. പക്ഷേ ഈ കാല് വെക്കാൻ സ്പേസിലാണോ, കാലിങ്ങനെ വേദന എടുക്കുന്നുണ്ട്. എൻ്റെ കാലങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പറ്റുന്നില്ല. ഒരു 4-5 മണിക്കൂർ ജേണിയാണ് ഉള്ളത്. ഈ 5 മണിക്കൂർ നല്ല കാലനക്കാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അന്ന് ഇതേപോലെ ബസ്സിൽ 15 മണിക്കൂറാണ് ഞാൻ കാലൊന്നും ഇതാക്കാൻ പറ്റാണ്ടിരുന്നത്. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് വാഷ്റൂം പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി കുറച്ച് നേരം നിർത്തിയിട്ടേ, ഒരു 10 മിനിറ്റ്. അപ്പോൾ എനിക്കറിയില്ലല്ലോ എത്ര നേരം നിർത്തിയിടുന്നു.
അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം എടുക്കും ഇപ്പം ഇറങ്ങി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് ഞാൻ സഹിച്ചിരുന്ന് മൂത്രയ്ക്കാൻ മുട്ടിയിട്ട്. എന്നിട്ട് പിന്നെ ഞാൻ ഓക്കെ എന്നാൽ കുറേ നേരമായിട്ട് വണ്ടി എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നപ്പോൾ അയാളെൻ്റെ അടുത്ത് പറയാം വണ്ടി എടുക്കാനായി ഇപ്പോൾ പോകാൻ പറ്റില്ല, ഇത്ര നേരം ഇവിടെ നിർത്തിയിട്ടിട്ട് എന്താ പോകാനെന്ന് പറഞ്ഞ് കുറേ ചൂടായി. ഞാനപ്പോൾ കുറേ അങ്ങോട്ട് ചൂടായി. ഞാൻ പറഞ്ഞ് എനിക്കെങ്ങനെ അറിയും ഇവിടെ എത്ര നേരം നിർത്തിയിടും എന്നുള്ളത്, അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ തല്ലുണ്ടാക്കി. കാരണം ഇപ്പം എടുക്കും എന്ന് വിചാരിച്ച് ഞാൻ ഇരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ എത്തിയിട്ട് വർഷം പോകാമെന്ന് ആലോചിച്ചത്. പറഞ്ഞാൽ എനിക്കിപ്പോൾ മൂത്രയ്ക്കാൻ മുട്ടിയിട്ട് ഞാനിങ്ങനെ കഷ്ടപ്പെട്ടിട്ടിരിക്കുകയാണ് കേട്ടോ. ഇവർ നിർത്തുമില്ല ലൈക്ക്. എന്നിട്ട് എൻ്റെ അടുത്ത് ചൂടായി. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്നൊക്കെ പറഞ്ഞ് തെറിയൊക്കെ വിളിച്ച് എനിക്ക് ദേഷ്യം വന്നു സത്യം പറഞ്ഞാൽ. നമുക്ക് ഈ ടോയ്ലറ്റിൽ പോകാനൊക്കെ മുട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മീൻസ് ജസ്റ്റ് എനിക്ക് യൂറിൻ പോയാൽ മതിയായിരുന്നു, മൂത്രമൊഴിച്ചാൽ മതി. പക്ഷെ എന്താക്കാൻ, ഇനിയുണ്ട് 3 മണിക്കൂർ ഓട്ടം. ഇവരിടക്കിടക്ക് നിർത്തും, പിന്നെ അവിടുത്തെ ഒടുക്കത്തെ ട്രാഫിക്, അതുകൊണ്ടൊക്കെയാണ് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് 10 മണിക്കാണ് ഫ്ലൈറ്റ്. ഇപ്പോൾ സമയം എന്തായെന്നറിയോ? ഇപ്പോൾ സമയം എന്താ 3:46 കേട്ടോ. 3:46 ഇപ്പോഴും ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ നാട്ടിലെത്തുമ്പോഴേക്കും ഞാൻ ചത്തു പോകും തോന്നുന്നുണ്ട്. കാരണം ഞാൻ അത്രയും ടയർഡായി. ഇപ്പോൾ ത്രോട്ട് പെയിൻ എക്സ്ട്രീമാണ് എനിക്ക്. തല നല്ല വേദന എടുക്കുന്നുണ്ട്. ഉറക്കമൊന്നും ശരിയായിട്ടില്ല. എൻ്റെ കണ്ണും മുഖമൊക്കെ നോക്കിയത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ എത്ര ടയർഡാന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇത്രയും ട്രാവൽ ചെയ്തിട്ട് ഞാൻ അവിടെ പോയി ഗാനയിൽ പോയി അവിടെ നിന്ന് ലോങ് ജേർണി. എനിക്ക് നാളെ ഇന്ന് നൈറ്റ് ഫുള്ള് ഫ്ലൈറ്റിൽ നിന്നെങ്കിലും ഉറങ്ങാൻ പറ്റിയാൽ മതിയായിരുന്നു. അത് പിന്നെ നാളെ കെനിയയിലെല്ലാം ഫുള്ള് ലേയോർ. പുറത്തേക്ക് ഇറങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു, പിന്നെ ഞാൻ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചു. പ്ലാൻ ചെയ്തിട്ടില്ല, നോക്കിയിട്ട് അവിടെ എത്തിയിട്ട് പ്ലാൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണുള്ളത്. എന്തായാലും ഞാൻ ഡെഡായിട്ടിരിക്കുക. ഇതിൽ AC ഉണ്ട്, അതാണ് സത്യം പറഞ്ഞൊരു സമാധാനം. ഇവിടെ നോക്ക്, നമ്മളെ നാട്ടിലെ പോലെ ചട്ടി വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്നുണ്ടോ? ഇത് ഈ കുടിലുകളിലൊക്കെ അവരുണ്ടാക്കുന്നത് ഈ ചട്ടിയാണ് കേട്ടോ. അയ്യോ, എനിക്ക് ത്രോട്ട് പെയിൻ എടുത്തിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. പുറത്ത് നല്ല ചൂടാണ്. ചൂടെന്ന് പറഞ്ഞാണ്ടല്ലോ, ഇപ്പം ചൂട് ഇനി അടുത്ത മാസമാക്കുമ്പോൾ ഇതിനേക്കാൾ ചൂടാവും എന്നാണ് പറയുന്നത്. കണ്ടോ, ഫുള്ള് വാഴയും അങ്ങനത്തെ തന്നെ. നമ്മുടെ നാട്ടിലും ചട്ടിയും പൂച്ചട്ടിയൊക്കെ വിൽക്കാൻ വെച്ചിട്ടില്ലേ, അതുപോലെ തന്നെ ഈ വെസ്റ്റ് ആഫ്രിക്ക = കേരളം. കേരളത്തിൻ്റെ പഴയ കേരളം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ കുറച്ച് കൾച്ചർ മാത്രമാണ് ആകെ വ്യത്യാസമുള്ളൂ. ഇവിടുത്തെ ഭക്ഷണവും ആളുകളും ബാക്കിയെല്ലാം ലാൻഡ്സ്കേപ്പ്, വെതർ, കാര്യങ്ങളൊക്കെ സെയിമാണ്. നമ്മളെ നാട്ടിലൊരു സമ്മറിൻ്റെ ചൂട് തന്നെ ഇവിടെ ഉണ്ട്. നാട്ടിൽ നല്ല ചൂടാണ് തോന്നുന്നുണ്ട് കേട്ടോ. കേരളത്തിൽ പിന്നെ ഒരു ദിവസം ഞാനുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് മാർച്ച് 5-ാം തീയതി ഹോളി ഉണ്ടല്ലോ. അപ്പോൾ ഹോളിക്ക് പുഷ്കറിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഹോളി പല സ്ഥലത്തും ആഘോഷിച്ചിട്ടുണ്ടെങ്കിലും പുഷ്കറിൽ രാജസ്ഥാനിൽ അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയി ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ എൻ്റെ പ്ലാൻ ഉള്ളത്. ഈ പ്ലാൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും മാറും. ആക്ച്വലി ഞാൻ ഇന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇന്ന് ഈ ഫ്ലൈറ്റ് പോട്ടെ, പിന്നീട് കുറച്ചാളും കൂടെ നിൽക്കാമെന്ന് വരെ തോന്നിപ്പോയായിരുന്നു. എൻ്റെ മനസ്സൊക്കെ അവിടെ തന്നെ, ആ ഫാമിലീൻ്റെ കൂടെ തന്നെ നിൽക്കാൻ അടിപൊളിയായിരുന്നു. അവർക്കും അങ്ങനെ, അവർ പിന്നെ പോകാമെന്നൊക്കെ കുറേ പറഞ്ഞു. പക്ഷെ എന്നാലും ഞാൻ ഇല്ല, പോട്ടെ. ഇനിയിപ്പോൾ എന്തായാലും ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ബുക്ക് ചെയ്തു. അവിടുന്ന് നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ട്രെയിൻ ഉൾപ്പെടെ, സെക്കൻഡ് AC ട്രെയിൻ ഉൾപ്പെടെ ഞാൻ ബുക്ക് ചെയ്തു. എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ടൈറ്റ് സ്കെഡ്യൂളാക്കി വെച്ചേക്കാം. അപ്പോൾ അതൊക്കെ ഇനി റീസ്കെഡ്യൂൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തായാലും തീരുമാനിച്ച പോലെ തന്നെ പോവാന്നല്ല. കുറേ നേരം ഇരുന്നിട്ട് ഫൈനലി ഞാനിതാ ഗാനയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ഓൾറെഡി എൻ്റെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് വന്നേക്കൊണ്ട്. കാരണം എയർപോർട്ടിൽ പോകാനുള്ള ടൈമില്ല. ഇത് ഞാൻ അവിടുന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇത് കളർഫുൾ ആയിട്ടുള്ള ഒരു ആഫ്രിക്കൻ്റെ ബാഗാണ്. ഇവർ കണ്ടിട്ടുണ്ട്, ആഫ്രിക്കൻ ഫ്ലൈറ്റ് കയറുമ്പോൾ ഇതുപോലത്തെ ബാഗായിട്ട് ഇവരെ ഈ ബാഗ് അവരെ മെയിനാണ്. അപ്പോൾ അതൊരു സുവനീറുമായി. അങ്ങനെ ഞാൻ ഈ ബാഗ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അവർ ഈ പെട്ടി കൊണ്ടേക്കോളാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് മുംബൈയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 15 കിലോനേ ഉള്ളൂ. ഇവിടുന്ന് പോകുമ്പോൾ 46 കിലോനുണ്ട്. 23 പിന്നെ 7 കിലോ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതെല്ലാം കൂടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഇത്രയും സാധനങ്ങൾ ഇതിലുണ്ടായോ എന്ന് ഇപ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഷൂ ഉൾപ്പെടെ ഇതെല്ലാം ഇനി മാറ്റണം. ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന വേറെ ഷൂ ആണ്. സോ ഫൈനലി ഞാനിത് അവിടെ എത്തിയിട്ടുണ്ട് എയർപോർട്ടിൽ. അപ്പോൾ ഞാനിതാ ബൈ പറയാൻ വേണ്ടി പോവാണ് ആഫ്രിക്കൻ്റെ അടുത്ത്. അപ്പോൾ ഇവരാണ് എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. ഇവരതാ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ടീഷർട്ട് ഉണ്ട്, ഇവർ ഗിഫ്റ്റ് തന്നെയാണ്. ഗാനേൻ്റെ ഒരു സുവനീർ ടീഷർട്ട് അല്ലാണ്ട് ഇട്ടിട്ടുള്ളത്. ലേറ്റ് ആയിട്ടുണ്ട് ആക്ച്വലി, 8:30 ഇവരുള്ളതുകൊണ്ട് എനിക്ക് ഈസി ആയിരുന്നു എല്ലാം ഹെൽപ്പ് ചെയ്യാനെല്ലാം വന്ന്. പിന്നെ എൻ്റെ ഉള്ള എക്സ്ട്രാ ബാഗ് ഉണ്ടായില്ലേ, അത് റാപ്പൊക്കെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ പോകണം. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. കാണാം ഇനിയും എവിടെയെങ്കിലൊക്കെ. താങ്ക് യു, സെയിം ടു യു. അപ്പോൾ ഇനിയും എവിടെയെങ്കിലൊക്കെ വെച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ. ഓക്കെ, ഞാനിതാ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്തൊന്നും ആരും ഇരിക്കുന്നില്ല, 2 സീറ്റും ഫ്രീ ആണ്. ഇനി ആരെങ്കിലും വരുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ശരിക്കും അതിൽ ബോർഡിങ്ങിൻ്റെ ടൈം കാണിച്ച് 9:15, പക്ഷേ 8:55 ആയപ്പോൾ തന്നെ അവർ ഉള്ളിലേക്ക് കയറാൻ പറഞ്ഞു. എനിക്കൊരു ടൈം പോലും കിട്ടിയിട്ടില്ല കേട്ടോ. നേരെ പോയി ഞാൻ വെള്ളം മേടിച്ച് നേരെ പോയപ്പോൾ തന്നെ
ഓൾറെഡി ബോർഡിങ് സ്റ്റാർട്ടായി. ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നതിന് ബോർഡിങ് സ്റ്റാർട്ടായിട്ട് വിളിച്ച് പറയുന്നുണ്ടായി. എന്നിട്ട് എല്ലാവരും ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഉള്ളിലേക്ക് കയറി മനസ്സിലിങ്ങനെ എന്തോ ഒരു സങ്കടമൊക്കെയാണ്. ഇവിടുന്ന് പോകുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഉള്ളതാണ്. ട്രാവൽ ചെയ്തിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ല. തിരിച്ച് ഇന്ത്യയിൽ നിന്ന് വേറെ രാജ്യത്തേക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അതെപ്പോഴും ഉള്ളൊരിതാണ്. സാധാരണ എല്ലാ ആളുകൾക്കും തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോഴാണ് സന്തോഷം, തിരിച്ച് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് ബുദ്ധിമുട്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ജോലിക്ക് പോകുന്ന പ്രവാസികളൊക്കെ ആയിരിക്കും. ഞാനെന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ഒരു ഡ്രീം ലൈഫാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു ബ്രേക്ക് പോലെയാണല്ലോ. ഈവൻ ഞാൻ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാലും ട്രാവലിംഗ് തന്നെ ആയിരിക്കും നോർത്ത് ഇന്ത്യയിലൊക്കെ. എന്നാൽ പോലും വേറെ കൺട്രിയിൽ കുറച്ച് ദിവസം ട്രാവൽ ചെയ്യില്ലല്ലോ. അപ്പം തന്നെ ഒരു വിഷമമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു അഡിക്ഷൻ, നമ്മളൊന്നിനും ഒരു അഡിക്ഷൻ വരാൻ പാടില്ല എന്ന് പറയും. പക്ഷേ എനിക്ക് ട്രാവൽ ഭയങ്കര അഡിക്ഷനാണ്. അത് മാറ്റാൻ പറ്റുന്നില്ല. ഇപ്പം എന്താ ചെയ്യുക, അതങ്ങനെയാണ്. ഇതെല്ലാം ഇപ്പോൾ വന്ന എയർപോർട്ടാണ് കേട്ടോ. ഇപ്പോഴാണ് വന്നിട്ടുള്ളത്. ലൈക്ക് ഇതിന് മുന്നെല്ലാം ചെറിയ എയർപോർട്ടാണെന്ന് ഇവരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈവൻ ഞാൻ ക്യൂ നിൽക്കാണ്ടാണ് കേട്ടോ വന്നത്. അവർക്കറിയുന്ന ഇമിഗ്രേഷൻ ഓഫീസർ ഉണ്ടായിരുന്നു. ആ ഇമിഗ്രേഷൻ ഓഫീസർ എന്നെ അവിടെ വരെ കൊണ്ടുവിട്ട് ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ വരെ ആക്കിയിട്ടുണ്ടായിരുന്നു. ക്യൂവിൽ നിൽക്കാണ്ടാണ് ഇത്രയും ടൈം എനിക്ക് എടുത്തത്. ഇനി ഇവിടുന്ന് നേരെ ഞാൻ പോകുന്നത് കെനിയയിലേക്കാണ്. കെനിയ എയർവേസ് ആണ് ഈ ഒരു ഫ്ലൈറ്റ്. കെനിയ ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, പുതയ്ക്കാനുള്ള പുതപ്പൊക്കെ ഉണ്ട്. കുറച്ച് നേരമെങ്കിലും ഒന്ന് ഉറങ്ങണം. കെനിയൻ സമയം രാവിലെ 6:30-ക്കാണ് എത്തുന്നത്. അവിടെ നിന്ന് പിന്നെ 10 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് പിന്നെ അടുത്ത കെനിയ എയർവേസിൻ്റെ ഫ്ലൈറ്റ് മുംബൈയിലേക്ക് കേട്ടോ. വേണേൽ പുറത്തിറങ്ങണമെങ്കിൽ വിസ എല്ലാം എടുക്കണം. വിസ അല്ല, എന്താ പറയുക, ETA എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് $30 കൊടുത്ത് എടുക്കണം. വേണമെങ്കിൽ പുറത്തിറങ്ങാം, ഓൺലൈനിൽ എടുത്തിട്ട്, അല്ലെങ്കിൽ ഉള്ളിലിരിക്കാം. ഞാൻ പുറത്തിറങ്ങില്ല എന്ന് വെച്ചാൽ ഓൾറെഡി ടയർഡാണ്. അതിൻ്റെ ഇടയിൽ പുറത്തേക്കൊക്കെ ഇറങ്ങി പിന്നെ വീണ്ടും ചെക്ക് ഇൻ ചെയ്ത് അതിനെക്കാട്ടിലും ബെറ്റർ അതിൻ്റെ ഉള്ളിൽ തന്നെ എവിടെയെങ്കിലും ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എത്യോപ്യൻ എയർലൈൻസ് ഒക്കെ ആണെങ്കിൽ അവർ ഇത്ര ടൈമിൽ കൂടുതൽ ലേ ഓവർ ഉണ്ടെങ്കിൽ അവർ സ്റ്റേ കാര്യങ്ങളൊക്കെ തരും, റൂമൊക്കെ ഉറങ്ങാനൊക്കെ ആയിട്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിട്ടുണ്ട് കേട്ടോ. സമയം എന്തായെന്നറിയോ? 21:25 എന്ന് വെച്ചാൽ ശരിക്കും 10 മണിക്കാണ് കേട്ടോ ഫ്ലൈറ്റ് നേരത്തെ എടുത്തു. അതാണ് അവർ ഞാൻ ലേറ്റായി എന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞ് ആൾ കയറി കഴിഞ്ഞാൽ പോകുന്നത് ബസ്സെല്ലാം പോലെ കറക്റ്റ് ടൈമിന് അരമണിക്കൂർ നേരത്തെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. ഇതൊക്കെ ആഫ്രിക്കയിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഫുഡെല്ലാം ഉണ്ടായിരുന്നു. എന്താ കഴിച്ചു, റൈസും ചിക്കനും എന്തോ സ്പിനാച്ച് പോലത്തെ എന്തോ ഗ്രീൻ ലീഫായിരുന്നു, വൈറ്റ് വൈറ്റ്സ്, പിന്നെ ഇതെന്തോ ആപ്പിൾ പൈ സംതിങ് എന്തോ, പിന്നെ എന്തൊരു സ്വീറ്റ് ഉണ്ടായിരുന്നു. ഡെസേർട്ട് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, ഞാൻ കഴിച്ചില്ല. സാലഡും തീരെ ടേസ്റ്റ് ഇല്ലായിരുന്നു, അവിടെ അത് ഞാൻ കഴിച്ചില്ല. പിന്നെ ജ്യൂസും കോഫിയും ടീ ഒന്നും ഞാൻ മേടിച്ചില്ല. പിന്നെ ബ്രെഡ് ഉണ്ട്, പിന്നെ പെപ്പറും സോൾട്ടും, പിന്നെ ഇതുണ്ട്, എന്താ പറയുക, ബട്ടറും ബ്രെഡും ഞാൻ കഴിച്ചില്ല. ഞാൻ ഓൾറെഡി ഈവനിങ്ങിൽ നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ വിശക്കുന്നൊന്നുമില്ല. ഞാൻ എന്താ വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുവാണ്. നേരത്തെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയതുകൊണ്ട് നേരത്തെ ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അരമണിക്കൂർ നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ 6:30-ക്ക് എങ്ങാണ്ടായിരുന്നു ടൈം. 6 മണിക്ക് തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ എടുത്തതുകൊണ്ട് നേരത്തെ എത്തിയിട്ടുണ്ട്. ഉറക്കം ശരിയായില്ല. എൻ്റെ അടുത്തുള്ളൊരു കൊച്ചിരുന്ന്, ആക്ച്വലി ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത്. നെയ്റോസിസ് ഒന്നും എൻ്റെ അടുത്ത് ആരും കൊണ്ട് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വേറെ 2 ആൾക്കാർ കപ്പിൾസ് ഉണ്ട്, അപ്പോൾ അവർ ഇരുത്തട്ടെ എന്ന് വെച്ചോളൂ പറഞ്ഞു. അപ്പോൾ കൊച്ചെല്ലാം ഉണ്ടായി. അപ്പോൾ ആ കൊച്ചിനെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. ഫുൾ ബോഡി പെയിൻ, ടയേർഡ്, ത്രോട്ട് പെയിൻ ആണെങ്കിൽ എക്സ്ട്രീം ആയിട്ടുണ്ട്. ഇവിടെ നല്ല വെതറാണ്. കെനിയയിലെത്തിയപ്പോൾ നല്ല മഴയും നല്ല തണുപ്പും. എൻ്റെ സൗണ്ടെല്ലാം പോയി തുടങ്ങിയെന്ന് തോന്നുന്നു. ഇനിയുള്ള 10 മണിക്കൂറുണ്ട്. 10 മണിക്കൂർ ലേ ഓവർ. വൈകുന്നേരം ഇപ്പോൾ 6 മണിയായിട്ടുള്ളൂ. വൈകുന്നേരമാണ് എനിക്ക് അടുത്ത ഫ്ലൈറ്റ്. 10 മണിക്കൂർ ലേ ഓവറില്ലേ. സോ ഞാനിവിടെ എവിടെയെങ്കിലും ഇരിക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് ഓൾമോസ്റ്റ് അറിയാം ഇവിടെ എന്താ ഉള്ളത്, ഏതാ ഉള്ളത് എന്ന്. ഒന്നുമില്ല ഇവിടെ ഇരിക്കണം, അല്ലെങ്കിൽ അറ്റത്തിരിക്കണം. അവിടെ പിന്നെ ആൾക്കാരുണ്ട്. കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ആൾക്കാരെ ഉണ്ടാവില്ല. ഞാൻ മുന്നല്ല ലേയോ എനിക്ക് ത്രോട്ട് പെയിൻ ആയിട്ട് ഡ്രൈ കഫാണ്. മുന്നെല്ലാം ലേ ഓവർ ഉണ്ടായപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ഇവിടെ 12 മണിക്കൂർ 16 മണിക്കൂറൊക്കെ നിന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ആഫ്രിക്കയിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ഫ്ലൈറ്റ് കെനിയ എയർവേസാണ്. അപ്പോൾ ഇവിടുന്ന് കയറുമ്പോഴും ഞാൻ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആകുമ്പോൾ ഇവിടെ കെനിയയിൽ വന്നിട്ടായിരിക്കും പോവുക. കണ്ടോ ഇവിടെയൊക്കെ എപ്പോഴും എംപ്റ്റി ആയിട്ടിരിക്കാനാണ് ചാൻസ്. സോ മറ്റേ ടൈപ്പ് ഇതിൽ
നല്ലപോലെ ഒന്ന് ഉറങ്ങാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. എന്തായാലും ഫോണിൽ എഡിറ്റൊക്കെ ചെയ്തിരിക്കാം. എവിടെ വേണേൽ ഇരിക്കാം. ഇവിടെ ഇരിക്കാം, അവിടെ ഇരിക്കാം, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഞാനിത് അവിടെ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരൊക്കെ ഉറങ്ങുന്നുണ്ട്, പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്നല്ല. എങ്ങനെ ഇരുന്ന് ഉറങ്ങാൻ പാടാം. ഈ ഒരു ചെയറൊക്കെ അടിപൊളിയാണ്, റിലാക്സിങ് ആണ്. എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതവിടെ ബ്ലൂബെറി മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കഴിക്കുന്നത്. പിന്നെ കുറച്ച് പംകിൻ സീഡും ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായി, ആപ്പിളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം വരെ ഇവിടെ തന്നെ അല്ലേ, വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇത് അവിടുത്തെ ചോക്ലേറ്റ് ആണ് കേട്ടോ, ഗാനയിലുള്ള 60% ഡാർക്ക് ചോക്ലേറ്റ്, നല്ല കൊക്കോൻ്റെ. അത് കഴിക്കട്ടെ. ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. റൂമൊന്നും കിട്ടൂല, റൂമൊന്നും അവർ തരൂല, ലോഞ്ചും ഇല്ല, ജസ്റ്റ് ഓപ്പൺ. ഞാനിവിടെ നടക്കണതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. കിളികൾ പറക്കണതും ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റ് പോകുന്നതും. അവിടെ ആ പാർക്ക് ചെയ്തിട്ടേക്കുന്ന ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റാണ് കണ്ട. ഇവിടെ നിന്ന് ഖത്തർ എയർവേസ് ഒക്കെ ഉണ്ട്. കിളികൾ കുറേ പറക്കുന്നുണ്ട്. മഴയായിരുന്നു, നല്ല മഴ. ഇപ്പം മഴയില്ല കേട്ടോ. അങ്ങനെ സൂം ചെയ്ത് നോക്കുക അവിടെയൊക്കെ എന്താ നടക്കുന്നതെന്നുള്ളത്. കുറേ കിളികൾ പറക്കുന്നു. എത്രയോ മണിക്കൂർ ഇനി ഇരിക്കാൻ. എനിക്കാണ് ഉറക്കം വരേണ്ടത്, പക്ഷെ ഉറങ്ങാനും പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ ഓരോ ഫ്ലൈറ്റ് വരും. ഞാൻ ഓരോ ഫ്ലൈറ്റും വരുന്നതും എണ്ണിയിരിക്കുകയാണ് കേട്ടോ. ഇത് സലാം എയറാണ്. കുറച്ച് നേരത്തെ ഖത്തർ എയർവേസ് വന്ന്, കെനിയ എയർവേസ് വന്ന്, അങ്ങനെ ഓരോ എയർവേസ് ഉണ്ടാക്കി ഇവിടെ ഫോണൊക്കെ ചാർജ് ചെയ്ത് ഞാനിവിടെ എൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്ന്. രാവിലെ 6 മണി മുതൽ 4:30 വരെ ഞാൻ ഇവിടെ തന്നെ എയർപോർട്ടിൽ നിന്ന് കേട്ടോ. എനിക്ക് വയ്യ. ഞാൻ കുറേ ഫുഡ്, ചോക്ലേറ്റ് അതൊക്കെ കഴിച്ച് അങ്ങനെ കഴിച്ചിട്ട് എല്ലാം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ ഫ്ലൈറ്റ്, കെനിയ എയർവേസ്. എല്ലാവരും അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാവരും പോയി. ഞാനാണ് ഏറ്റവും ലാസ്റ്റ് പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എനിക്ക് സൗണ്ടൊന്നും ഇല്ല, എനിക്ക് സംസാരിക്കാനും വയ്യ, എനിക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ട്. ഫ്ലൈറ്റ് കയറിയിട്ടൊന്നും ഉറങ്ങണം. ഞാൻ മരിച്ചു കൂട്ടോ, സത്യമായിട്ട് മരിച്ചു. കാരണം കണ്ടിന്യൂസ്ലി ഞാനിങ്ങനെ ഉറങ്ങാണ്ട് ട്രാവലിങ്ങാ, കണ്ടിന്യൂസ്ലി. എൻ്റെ ബോഡിയൊക്കെ വീക്കായി, എൻ്റെ തലയൊക്കെ വേദന എടുത്ത് എനിക്ക് എന്തോ ആയിട്ടുള്ളത്. ഭയങ്കര ഹെഡ് ഏക്കാണ്. ഇനി മുംബൈയിലെത്തിയിട്ട് രാത്രിയാവും ഞാൻ എത്താൻ. താങ്ക് യു. മുംബൈയിലെത്തിയിട്ട് കുറച്ച് നേരം ഉറങ്ങിയിട്ട് പിന്നെ അടുത്ത ഫ്ലൈറ്റ് എടുത്തിട്ട് കൊച്ചിയിലേക്ക് പോകണം. എനിക്ക് വൈകിട്ടാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പം തൊട്ടപ്പുറമുള്ള അടുത്തുള്ള ഫ്ലൈറ്റ് എടുക്കേണ്ടതെന്ന്. പക്ഷെ ഇപ്പം തോന്നുന്നത് നേരെ അത് എടുത്താൽ മതിയായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ച് റെസ്റ്റ് ചെയ്യാമെന്ന്. ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർ റെസ്റ്റ് ചെയ്യാനുള്ള സമയമില്ല, എന്നാൽ റെസ്റ്റ് ചെയ്യുവാണെന്നുള്ള അവസ്ഥയാണ്. എന്താ കെനിയ എയർവേസ് ആണ്. കെനിയനോടൊക്കെ ബായ് പറയാൻ വേണ്ടി പോവാണ്. എനിക്ക് വേണമെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങാമായിരുന്നു, പക്ഷെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ല. ഞാൻ അതിനുള്ള ETA എന്ന് പറഞ്ഞ സാധനം എടുത്തില്ല. അപ്പോൾ വിസ ഫ്രീ ആണ്, പക്ഷേ ETA എടുക്കണം. അതൊന്നും ഞാൻ ഈ പ്രാവശ്യം എടുത്തില്ല കേട്ടോ. ഞാനത് ലാസ്റ്റ് കയറാൻ വേണ്ടി പോകുന്നു കേട്ടോ. ഓക്കെ, ആരുമില്ല, കയറാൻ വേണ്ടി പോകുന്നു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പുറത്തെ സീറ്റിൽ ആളില്ല, അപ്പുറത്തെ സീറ്റിൽ ആളുണ്ട്. ഇന്നലെ ആളുണ്ടായിരുന്നില്ല, പക്ഷെ പിന്നീട് എയർ ഹോസ്റ്റസ് വന്ന് ചോദിച്ചു ആ കപ്പിൾസിനെ ഇരുത്തട്ടേന്ന്. അപ്പം പിന്നെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഇപ്പം എടുക്കും കേട്ടോ. ഇതിലെല്ലാം ചെളിയാണ്, പൊടിയാണ്, ഒന്നും കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. ഫ്ലൈറ്റിൽ നല്ല അടിപൊളി സൺസെറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല, എന്നാലും അടിപൊളിയാണ് കേട്ടോ. ഒക്കെ ദൂരെയാണ്, സൈഡിലേക്ക് കൂടെ അങ്ങനെ കാണാം. ഇവിടെ ഫുഡ് വന്നിട്ടുണ്ട്. ചിക്കനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഞാൻ ചിക്കനും ഉണ്ടായിരുന്നു, വെജും ഉണ്ടായിരുന്നു. ഇന്നലത്തെ സെയിം ആണോ ഡിഫറെൻ്റ് ആണോ എന്നറിയില്ല. ഇന്നലെ വേറെ ടൈപ്പായിരുന്നു. ഓക്കെ ഉണ്ട്, ഓപ്പൺ ചെയ്തുകൊണ്ട്. ഇത് റൈസും ചിക്കനും ആണ് കേട്ടോ. ഇന്നലെ ഉണ്ടായിരുന്നത് ജസ്റ്റ് ഒരു മസാലയൊന്നും ഇല്ലാത്തൊരു ടൈപ്പായിരുന്നു. ഇത് മസാലയൊക്കെ ഉള്ളതാണ്. ഇത് മുംബൈയിലേക്കുള്ളതായതുകൊണ്ടായിരിക്കും. പിന്നെ ഇന്നലെ വേറെ ടൈപ്പ് ഫുഡിങ് ആയിരുന്നു. ഇത് കണ്ടിട്ടും നൈസ് ഫുഡിങ് ആണെന്ന് തോന്നുന്നു. ബ്രെഡും ഡിഫറെൻ്റ് ആയിരുന്നു, എല്ലാം ഡിഫറെൻ്റ് ആണ് ഇന്ന്. ഇവിടെ നമുക്ക് സൺസെറ്റും കാണാൻ പറ്റുന്നുണ്ട്, ഒന്നും ക്ലിയർ അല്ല. ഫൈനലി ബാക്ക് ടു ഇന്ത്യ. ഞാൻ മുംബൈയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബാക്ക് പാക്കൊക്കെ പുറകിലെടുത്തിട്ടു. എൻ്റെ ഒരു പെട്ടി ഉണ്ടായിരുന്നില്ല, ആ പെട്ടിയും ഇതും കൂടെ ഞാൻ തള്ളിക്കൊണ്ടുപോവാണ്. നാളെ എനിക്ക് 15 കിലോനുള്ളൂ. ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് 46 കിലോനുണ്ടായിരുന്നു. അങ്ങോട്ട് പോകുമ്പോൾ കയ്യിൽ 7 പിന്നെ 15 ഉള്ളൂ. ഒരു കുപ്പി മേടിച്ചിട്ടുണ്ട് ഞാൻ, ഒരു വോഡ്ക. അതെൻ്റെ ഫ്രണ്ടിനാണ്. സാധാരണ ഞാൻ JD ഒരെണ്ണം ഡാഡിക്ക് മേടിക്കാറുള്ളതാണ്. പിന്നെ വെറുതെ കള്ളുകൂടി ആരോഗ്യത്തിന് ഹാനികരമായതുകൊണ്ട് ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ. സോ ഞാൻ പുറത്തേക്ക് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ ഒരു ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നെക്സ്റ്റ് ഫ്ലൈറ്റ് എനിക്ക് വൈകുന്നേരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് ഉറങ്ങി എണീച്ചിട്ട് വേണം എനിക്ക് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിൽ പോകാനായിട്ട്.
എക്സിറ്റ് എവിടെ? എക്സിറ്റ് തപ്പിക്കൊണ്ടിരിക്കുക. ഞാൻ ഇന്ന് രാവിലെ വെളുപ്പിന് ഞാൻ ഹോസ്റ്റലിൽ പോയിട്ട് ഞാൻ അവിടെ സ്റ്റേ ചെയ്തു. അപ്പോൾ ആ ടൈമിലായതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് റെഡിയായി പാക്ക് ചെയ്ത് വന്നപ്പോഴേക്കും വൈകുന്നേരമായി. അങ്ങനെ ഞാനൊരു ടാക്സി, ഒരു കാർ എടുത്തിട്ട് ഞാനിതാ ഇവിടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. എയർപോർട്ടിൽ എത്തിയപ്പോൾ ഓൺ ദ വേയിലാണ് മെയിൽ കണ്ടത്. സ്പൈസ് ജെറ്റിൻ്റെ ഫ്ലൈറ്റാണ് എനിക്കുള്ളത്. അത് ഡിലേ ആണ്. അത് എത്രയോ മണിക്കൂർ, 40 മിനിറ്റ് എങ്ങാണ്ടോ ഡിലേ ആണ്. സോ ഞാനപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. 40 മിനിറ്റേ ഡിലേ ഉള്ളൂ. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എല്ലാവരുടെയും ഫ്ലൈറ്റ് ഡിലേ ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരുടെ ഡിലേ ഉണ്ട്. സ്പൈസ് ജെറ്റിൻ്റെ തന്നെ പല സ്ഥലത്തേക്കുള്ള ഫ്ലൈറ്റ്സ് എല്ലാം ഡിലേ ആണ്. ഇനിയും ഡിലേ ആവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ നോക്കിക്കോട്ടെ, പോയിട്ട് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കട്ടെ. ഇവിടെ കണ്ടോ ഫുള്ള് തിരക്ക്. എന്താണെന്നറിയോ, എല്ലാ ഫ്ലൈറ്റും ഡിലേ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കംപ്ലീറ്റ്. സ്പൈസ് ജെറ്റിൻ്റെ മാത്രമല്ല വേറെ ഏതൊക്കെയോ ഫ്ലൈറ്റും ഡിലേ ആണ്. എൻ്റെ സ്പൈസ് ജെറ്റാണ്. അപ്പോൾ അതിന് ഒച്ചയും ബഹളവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ഇരിക്കാൻ പോലും ആളുകൾക്ക് സ്ഥലമില്ല. ഒരു 3 വട്ടമൊക്കെ റീസ്കെഡ്യൂൾ ചെയ്തിട്ടും പോകാൻ പറ്റാത്തവരൊക്കെയാണ് അവർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗേറ്റ് നമ്പർ 2 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഗേറ്റ് നമ്പർ 9ലേക്ക് ചേഞ്ച് ചെയ്തു. ആദ്യം 9 ആയിരുന്നു, പിന്നെയും ചേഞ്ച് ചെയ്തു. അവരിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ശരിക്കും പറഞ്ഞാൽ ഏതോ ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആളൊക്കെ എന്തൊക്കെയോ സീനൊക്കെ ആയിട്ട് ഫുള്ള് അവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ എല്ലാവരും ഇങ്ങനെ തല്ലാൻ പോകുന്നു, അവർ പിടിച്ചു മാറ്റുന്നു. കുറേ സ്റ്റാഫുകളൊക്കെ ചീത്ത പറയുന്നു, തല്ലുന്നു. ഈ സ്റ്റാഫുകൾക്കൊന്നും ആക്ച്വലി ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ കേസാണെങ്കിൽ ഒരു 40 മിനിറ്റ് ആയതുകൊണ്ട് ഓക്കെ. 2 വട്ടം റീസ്കെഡ്യൂൾ ചെയ്തിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവർക്കൊക്കെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഉള്ളവരാകുമ്പോൾ കുറേ ബുദ്ധിമുട്ടാണ്. അതൊക്കെയാണ് ടാസ്ക്. അവിടെ എപ്പോഴും ഒച്ചയും ബഹളവും കേട്ടോണ്ടിരിക്കുകയാണ്. ആ സൈഡിൽ മാത്രമല്ല ഈ സൈഡിലും ഉണ്ട്. അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല കേട്ടോ. എല്ലാവരും അങ്ങോട്ടൊക്കെ ഓടിപ്പോകുന്നു. ഇവരിങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് ഇതിൻ്റെ സൊല്യൂഷനൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതാണ് നമ്മുടെ ഫ്ലൈറ്റ് എടുത്തിട്ടാ. നമ്മുടെ ഫ്ലൈറ്റ് എടുത്തപ്പോൾ അപ്പുറത്തുള്ളവർ വന്നിട്ട് ഇഷ്യൂ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഫുള്ള്. ഈ ചേച്ചിയും കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, അവർ ഇഷ്യൂ ആക്കിക്കൊണ്ടിരിക്കുക. നോക്ക്, അവരെല്ലാം കൊൽക്കത്തയിലേക്കുള്ള എന്തൊക്കെയോ അവിടേക്ക് ഏതൊക്കെയോ ഫ്ലൈറ്റ് ക്യാൻസലായി. അതിന് നമ്മളെ ഫ്ലൈറ്റ് എടുത്തേരും, നമ്മളെ ഫ്ലൈറ്റ് വിടൂല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവർ സീനാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരും കുറേ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കും. ഈ സ്റ്റാഫുകളൊക്കെ ഒന്നും ചെയ്യാനൊന്നും പറ്റൂല. ഈ പോലീസുകാരൊക്കെ നോക്കി വെറുതെ നിൽക്കുക, അവരൊന്നും ഒന്നും ചെയ്യുന്ന പോലുമില്ല. നമ്മളുടെ ഫ്ലൈറ്റ് മാത്രമാണ് എടുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം അവിടെ സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. കണ്ട ഓൾമോസ്റ്റ് എംറ്റി ആണ്, കുറേ സ്പേസ് ഒന്നും ഇല്ല, ജസ്റ്റ് ഫുൾ ഫ്രീ സ്പേസ് ആണ്. അതുകൊണ്ട് മോസ്റ്റ്ലി എല്ലാവർക്കും എന്താ പറയുക വിൻഡോ സീറ്റ് എല്ലാം കിട്ടിയിട്ടുള്ളത്. എൻ്റെ സീറ്റ് ഇതല്ലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ 10 ആയിരുന്നു. അപ്പോൾ എനിക്ക് ലെഗ് സ്പേസ് ഉണ്ട് ഇവിടെ. വിൻഡോ എക്സിറ്റ് ഉണ്ടല്ലോ, എക്സിറ്റിൻ്റെ അവിടെ ലെഗ് സ്പേസ് ഉള്ളതുകൊണ്ട് ഇവിടെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണേൽ ഇവിടെ ഇരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നു. ഇനി ഒരു 2 hours കൊച്ചി എത്തും. ഞാൻ ഭയങ്കര ടയർഡാണ്. താങ്ക് യു. അത് എന്നെ അറിയുന്നതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർ അവരെനിക്ക് ചോക്ലേറ്റ് എന്നാൽ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. എൻ്റെ ഒരു ആപ്പിൾ ഇരിക്കേണ്ടത് കഴിക്കാം. വിശക്കുന്നുണ്ട്, ശരിക്കും നല്ല വിശക്കുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു ഫ്ലൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ, ഇതിൽ എയറോസ്റ്റസ് ആയിട്ട് ആണുങ്ങൾ മാത്രമേ ഉള്ളൂ, പെണ്ണുങ്ങളൊന്നുമില്ല. സാധാരണ മിക്സ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടാവും. പക്ഷെ ആണുങ്ങൾ മാത്രമായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ്. ഞാനിങ്ങനെ വിശന്നിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നോക്ക്, എനിക്ക് എയറോസ്റ്റസ് വന്നിട്ട് എനിക്ക് ഒരു കേക്ക് തന്നു, ഒരു പാസ്ട്രി എന്തോ ഒരെണ്ണം തന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കഴിക്കട്ടെ. ഞാൻ ഇങ്ങനെ വിശന്നിരിക്കുമായിരുന്നേ. ഫുഡൊന്നും പിന്നെ ഞാൻ ഓർഡർ ചെയ്തൊന്നുമില്ല. അതിൽ പിന്നെ കോംപ്ലിമെൻ്ററി ഫുഡും ഇല്ല, അപ്പം ഞാൻ ഓർഡർ ചെയ്തില്ല. സോ ഞാനിത് കഴിച്ചോട്ടെ കേട്ടോ. ഞാൻ ഏവിയേഷനാണ് പഠിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേപോലെ മുന്നേയും ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവരിങ്ങനെ കൊണ്ടുവന്ന് തരാറുണ്ട്. ഇത് ബോയ്സ് മാത്രമാണ്, സാധാരണ ഗേൾസൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് തരാറുണ്ട് കേട്ടോ. എനിക്ക് ഇപ്പോൾ ലാൻഡ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ, ഒരു 10 മിനിറ്റിനല്ലോ ലാൻഡ് ചെയ്യും. ഫൈനലി ഞാനിതാ കൊച്ചി എത്തിയിട്ടുണ്ട്. എൻ്റെ ഡാഡി കൂടെ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ ആളിവിടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. കാർ പാർക്കിങ്ങിൽ വരും. എന്താ ഡാഡി വിശേഷം? ഡാഡി ട്രിപ്പിലായിരുന്നു കേട്ടോ. മസനഗുഡി വഴി ഊട്ടിയിലേക്കൊക്കെ പോയേക്കുമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? ഞാൻ കണ്ട, ഞാൻ വിളിച്ചപ്പോൾ അറിയാം, ഡേറ്റ് എല്ലാം പറഞ്ഞപ്പോൾ മസനഗുഡി പോകാൻ നിൽക്കുവാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലേ. ഡാഡി ഫ്രണ്ട്സിൻ്റെ കൂടെ എപ്പോഴും ട്രിപ്പാണ്. ഞാൻ ഒറ്റയ്ക്ക് പോകണമെങ്കിൽ ഡാഡി ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് പോകുന്നു. ഞാനിത് അവിടെ എത്തിയതിന് ശേഷം ആലുവയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിസോർട്ട് ഉണ്ട്. ഞാനിത് അവിടെയാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ചുമയാണ്, സോറി. ഇതൊരു കായലിന് സൈഡായിട്ടുള്ളൊരു റിസോർട്ടാണേ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല, കാരണം വീട്ടിലവിടെ ആരുമില്ല. ഡാഡി എല്ലാം ബിസിനസ്സായിട്ട് കൊല്ലത്താണ്. അപ്പോൾ ഡാഡി എല്ലാം കൊല്ലത്തേക്ക് നാളെ തന്നെ പോവും. നാളെ എനിക്ക് വന്ന് നാളെ രാവിലെ 5 മണി 5:30 അങ്ങാണ്ട് പോകുന്നുണ്ട് കേട്ടോ. കണ്ണു കാണാൻ പറ്റുന്നില്ല. സോ ഞാൻ
എനിക്ക് നാളെ തൃശ്ശൂർ പോകണം. തൃശ്ശൂരാണ് എൻ്റെ പാസ്പോർട്ടിൻ്റെ ഇത്. അപ്പോൾ തൃശ്ശൂർ 2:45 എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. 2:45 റിപ്പോർട്ട് ചെയ്തിട്ട് 3 മണിക്കാണ് എൻ്റെ അപ്പോയിൻമെൻറ്റ്. എന്നിട്ട് പാസ്പോർട്ട് എടുത്തിട്ട് 20 എത്ര ഡേറ്റ് ഓർക്കണില്ല, അടുത്ത ദിവസം തന്നെ എനിക്ക് ഇവിടെ പോകുന്നത്. ഞാൻ എന്താ അതിന് പറയുക, ഡൽഹിയിലേക്ക് പോവാണ്. അത് ടിക്കറ്റെല്ലാം ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണപ്പോൾ എൻ്റെ പ്ലാന്. ഭയങ്കര ത്രോട്ട് പെയിൻ, എനിക്ക് വയ്യ, തീരെ സംസാരിക്കാൻ തന്നെ വയ്യ, ഭയങ്കര ഹെഡേക്കും. നല്ലപോലെ ഒന്ന് ഉറങ്ങണമെന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിലാണ്. എറണാകുളത്താണ് ഉള്ളത്. ഇന്നിവിടെ വന്നിട്ട് എനിക്ക് 3 മണിക്ക് തൃശ്ശൂർ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാനായിട്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഡ്രൈ കഫാണ്, ഭയങ്കര ചുമയും. ഇന്നലെ ഒന്നും ഉറങ്ങാനേ പറ്റിയിട്ടില്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓൾറെഡി ജെറ്റ് ലാഗ് ഉണ്ട്, കാരണം ഒരു 5.5 hours ഡിഫറൻസ് ഉള്ളതുകൊണ്ട് സെയിം ടൈം സോണിലൊരു 3 months നിന്നിട്ട് നമ്മൾ ടൈം സോൺ ചേഞ്ച് ആകുന്ന സമയത്ത് നമുക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു കുഴപ്പമില്ലെങ്കിൽ തന്നെ അങ്ങനെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഈ ഒരു ഡ്രൈ കഫും ചുമ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എക്സ്ട്രീമായിരുന്നു. എന്നിട്ടിപ്പോൾ ഞാൻ ആ തൃശ്ശൂർക്ക് പോകേണ്ടത് ഞാൻ ക്യാൻസൽ ചെയ്തു. നാളെ ഉച്ചയ്ക്ക് ഞാൻ ഡൽഹിയിലേക്ക് സെക്കൻഡ് AC ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ഞാൻ ക്യാൻസൽ ചെയ്തു. കാരണം ഹെൽത്ത് ഓക്കെ അല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഡൽഹിയിൽ കിടക്കേണ്ടി വരും. കാരണം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പുഷ്കറിൽ ഹോളി ആഘോഷിക്കാനും പിന്നെ ഹിമാചൽ പോകാൻ. അവിടെയാണെങ്കിൽ മൈനസ് തണുപ്പുമാണ്. പിന്നെ പുഷ്കറിലാണെങ്കിൽ പൊടിയെല്ലാം അടിച്ചിട്ട് സീനാവും, മോർ സിക്കാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെല്ലാം ക്യാൻസൽ ചെയ്തു. 2-3 ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. സോ ഞാൻ ഇവിടെയാണ് ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. ഹായ്. ഇത് ആക്കില, പേര് അബിത്, അൻസിൽ ഓൾറെഡി വീഡിയോയിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, 3-6 എപ്പിസോഡെല്ലാം. അപ്പോൾ ഇവരെല്ലാവരും എൻ്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ. ജോലി വർക്ക് ഫ്രം ഹോം ലീവ് എടുത്ത്, ക്ലാസ്സിന് പോയിട്ടില്ല ലീവ് എടുത്ത്, പിന്നെ ഓൾറെഡി അങ്ങനെ ജോലിയൊന്നും കാര്യമായിട്ടില്ല. അതുകൊണ്ട് ഏതോ ചെന്നൈയിൽ നിന്നെല്ലാം വന്നെന്ന് പറയുന്നുണ്ട് കേട്ടോ. ചെന്നൈയിൽ നിന്നെല്ലാം ഓടിയിട്ട് വന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ഹോസ്പിറ്റൽ. എനിക്ക് സത്യം പറഞ്ഞാലില്ലേ, രാവിലെ എൻ്റെ അവസ്ഥ ഇങ്ങനെ അല്ലായിരുന്നേ. അഞ്ചിൽ ആദ്യം വന്നത്, അതുവരെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര എക്സ്ട്രീം ആയിരുന്നു. അൻസിൽ വന്നിട്ട് ഭയങ്കര പോസിറ്റീവായി. അതെ, ആക്കിലെല്ലാം വന്നപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റിയത്. അതുവരെയും അതെ അത് കൂടാ. സോ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു റിസോർട്ടാണ് കേട്ടോ. ഭയങ്കര പീസ്ഫുള്ളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ വന്ന് നിന്നത്. അപ്പോൾ ഇന്നും കൂടെ ഞാൻ ഇവിടെ നിൽക്കാമെന്ന് വിചാരിക്കുന്നത്. മേ ബി നാളെ ഞാൻ കൊല്ലത്തേക്ക് വല്ലതും പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഡാഡീൻ്റെ അടുത്തേക്ക് തന്നെ. ഡാഡി അങ്ങോട്ട് വാ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ്. എനിക്കിവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, പക്ഷേ ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ റെസ്റ്റ് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആദ്യം എന്തായാലും ഹോസ്പിറ്റലിൽ പോട്ടെ, ഡോക്ടർ എന്താ പറയുന്നത് നോക്കാം. കാരണം എനിക്ക് പനിയൊന്നുമല്ല, ഓൾറെഡി ഒരാഴ്ചയായിട്ട് ഉറങ്ങാണ്ട് 2 മണിക്കൂറൊക്കെയാണ് ആകെ ഉറങ്ങിയിട്ടുള്ളത്. ഭയങ്കര ഡ്രൈ കഫും ചുമയൊക്കെയാണ്. നല്ല ഹോസ്പിറ്റലിൽ പോയി നോട്ടെ. ഞാൻ നടന്നാണ് കേട്ടോ പോകുന്നത് ഹോസ്പിറ്റലിലേക്ക്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. നോക്ക്, വീടുകളൊക്കെ എത്ര വലുതാ. ഞാനിങ്ങനെ ആലോചിക്കാം, ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് ആകെ ഒരു മാറ്റം തോന്നുന്നത് എന്താ അറിയോ, ഇവിടുത്തെ വീടുകളൊക്കെ ഭയങ്കര വലിയ വീടുകളായിട്ട് തോന്നുക. അവിടെ ഇങ്ങനെ ചെറിയ വീടുകളായിരിക്കും എല്ലാം ഉണ്ടാവുക. പക്ഷേ റോഡ് പിന്നെ അവിടെ ഇങ്ങനെ തന്നെ കണക്കായിരിക്കും. ചിലപ്പോൾ നല്ല ഉണ്ടാവും, ചിലപ്പോൾ നല്ല ഇല്ല. ഇവിടെ എല്ലാം ഇപ്പോൾ നല്ല റോഡാണ്. അവിടെ ഇതേപോലെ തന്നെ തെങ്ങ്, വാഴ, മാവ്, പ്ലാവ് ഇതൊക്കെ തന്നെയാണ് കാണുന്നത്. കൈ പിടിച്ചാണ് ഇത്ര നേരം നടന്നിരുന്നത് കേട്ടോ. അൻസിൽ സിംഗിളാന്ന് പറയപ്പെടുന്നു. വാഴ, നീ, ഞാൻ സിംഗിൾ, പ്യുവർ സിംഗിൾ. ചിരിക്കാൻ പറ്റില്ല, ചിരിച്ചു കഴിഞ്ഞാൽ അപ്പം ചുമയാവും. അതാ ഡോക്ടറെ കണ്ടിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അസുഖം, എങ്ങനെയാണ് വന്നത്, അപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ബ്ലഡ് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ കൂടുതൽ വേണമെന്ന് പറയുന്നുണ്ട്. അവർ കുറേ മെഡിസിനൊക്കെ എഴുതി തന്നിട്ടുണ്ട്. പിന്നെ നെബുലൈസേഷനൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് അതെല്ലാം ഇങ്ങനെ ഓരോന്ന് എഴുതി തന്നുകൊണ്ടിരിക്കുക. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ഇതൊക്കെയാണ് എനിക്ക് എഴുതി തന്നിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഭയങ്കര ഡസ്റ്റ് അലർജി ഉള്ളതാണ്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബ്രീത്ത് ചെയ്യാനൊക്കെ. നെബുലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കെപ്പോഴും ഈ ഡസ്റ്റൊക്കെ അടിക്കുന്ന സമയത്ത് എപ്പോഴും അലർജി കിട്ടും. ചൂട്, കൊതു, ഡസ്റ്റ് ഇതൊക്കെ എനിക്ക് അലർജിയാണ്. എപ്പോഴും ഭയങ്കര പ്രശ്നമാണ് ട്രാവൽ ചെയ്യുമ്പോഴല്ലോ. ഈ ഒരു ഹോസ്പിറ്റലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഇതൊരു പ്രൈമറി ഹെൽത്ത് സെൻ്ററാണ്. അപ്പോൾ ഞാൻ അവിടെ എനിക്ക് കുറേ മെഡിസിനൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് ട്രാവൽ ചെയ്ത് വരിക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു നാളെ യൂറിൻ ചെക്ക് ചെയ്യണം, പിന്നെ ബ്ലഡ് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ കാണുന്നതാണ് ഇവിടുത്തെ കരമല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റൽ കേട്ടോ. സോ കുറേ മെഡിസിൻ എല്ലാം എഴുതി തന്നിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയോ കഴിക്കാൻ വേണ്ടി തന്നെ. ഇത് പുറത്തുനിന്ന് മേടിക്കണം, ഇത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതെല്ലാം വാങ്ങണം, എന്നിട്ട് വേണം പോകാനായിട്ട്. സോ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അവിടെ എല്ലാം
അങ്ങനെ വിചാരിക്കുന്നത് കേട്ടോ. ഭയങ്കര ത്രോട്ട് പെയിൻ ആയതുകൊണ്ട് വെള്ളം കുടിക്കാൻ തന്നെ ഒന്നും തോന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. ഇനി നാളെ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ ബ്ലഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കണം. കാരണം ഞാനിങ്ങനെ ഫുഡും ഉറക്കമൊന്നും പ്രോപ്പറല്ലാണ്ട് നടക്കല്ലേ, അപ്പോൾ എല്ലാം എന്തായിരിക്കും ബ്ലഡിലൊക്കെ എന്താ അവസ്ഥ എന്നറിയില്ല. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുൾ നെൽവയലും പാടവും അതൊക്കെയാണ് കേട്ടോ. ഇവിടെ എറണാകുളം ജില്ലയാന്ന് തന്നെ തോന്നൂല അല്ലേ, എയർപോർട്ടെല്ലാം തൊട്ടപ്പുറയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ ചാമ്പക്ക കണ്ടപ്പോൾ ആ വീട്ടിൽ കയറിയിട്ട് നമ്മൾ ചാമ്പക്ക പൊട്ടിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എടുത്തോളാൻ പറഞ്ഞു, കാരണം നിലത്ത് വീണ് പോയേക്കാം കേട്ടോ. എനിക്കാണെങ്കിൽ ചാമ്പക്ക ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ എന്തോരം ചാമ്പക്കയാ, എന്തോരം ചാമ്പക്കയാ അല്ലേ. പനിയെല്ലാം സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ നടക്കുമ്പോൾ മാറും. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമായിരുന്നെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. നോക്ക്, വാ അടിപൊളിയല്ലേ, നോക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമെടുത്തു, ഭയങ്കര ഇഷ്ടമാണോ ചാമ്പക്ക, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അല്ലേ. നോക്ക്, എനിക്ക് തോന്നുന്നു ഇതൊന്നും ആരും ഉപയോഗിക്കുന്നില്ല കേട്ടോ. വെറുതെ പോവാ, വെറുതെ നിലത്ത് വീണിട്ട് പോകുന്നതാണ് ഈ കാണുന്നത് കണ്ടാ. വാ, സാധാരണ ഞാൻ നാട്ടിലൊന്നും വീഡിയോ എടുക്കലില്ല കേട്ടോ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ളപ്പോൾ. ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. എല്ലാവരും കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായി നാട്ടിലൊന്ന് എന്താ ചെയ്യണമെന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട്. സാധാരണ നാട്ടിൽ വരുമ്പോൾ ഞാനിങ്ങനെ ഓരോ നടക്കുന്നുണ്ടാവും, ഓരോ വഴി ട്രാവലിംഗ് ആയിരിക്കും, പക്ഷെ വീഡിയോ എടുക്കില്ല അങ്ങനെ. ഈ പുഴു ഉണ്ട് കേട്ടാ, സൂക്ഷിച്ചിട്ട് ആക്കണം, അല്ലെങ്കിൽ പുഴുവെല്ലാം ഉണ്ടാവും. അതാ ഞാൻ കഴിച്ചോട്ടെ കേട്ടാ, പുഴുള്ളത് തട്ടിക്കളയട്ടെ. പേടിയാണ്, പുഴുള്ളത് ഏതാണെന്ന് അറിയാൻ പറ്റില്ല. നല്ല ടേസ്റ്റ്, കൊള്ളാട്ടോ, അടിപൊളി. പൊട്ടിച്ച് കൊണ്ടുവരുന്ന കണ്ടോ, ചെറുപ്പകാലത്തൊക്കെ നമ്മൾ ഡ്രസ്സ് കവറൊന്നും ഇല്ലാത്തപ്പോൾ ഡ്രസ്സിൽ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊണ്ടുവരും, അതേപോലെ ഇവിടെ പൊട്ടിച്ച് കൊണ്ടുവരാണ് കേട്ടോ. അടിപൊളി. നമ്മളെ നാട്ടിൽ തന്നെ നമുക്ക് എല്ലാം ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇതിനെന്താ പറയുക, മാതള നാരങ്ങ അങ്ങനെ എന്തോ പൂത്ത് നിൽക്കുന്നുണ്ട്, പക്ഷെ അതായിട്ടില്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആ വീട്ടിൽ കയറി ചോദിക്കായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നെല്ലാം വന്നിട്ട് ഇതാ അവിടെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ചോറ്, ബീഫ്, ചിക്കൻ കറി ഇതെല്ലാം കഴിക്കുന്നത്. ഇവിടെ അതാ അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്, നല്ല ആംബിയൻസ് ഇല്ലേ ഇവിടെ ഫുഡ് കഴിക്കാൻ, ഇവിടെ ഇരുന്ന് ആംബിയൻസിൽ കാണാൻ അടിപൊളിയല്ലേ. ഫുഡ് നല്ല. നമ്മളിപ്പോൾ 2 കപ്പ് റൈസ് മേടിച്ചിട്ട് അത് ഷെയർ ആക്കിയിട്ട് കഴിക്കുന്നു. ഒരുപാട് കഴിക്കണ്ട, ആർക്കും ഒരുപാട് കഴിക്കാനുള്ള മൂടില്ല. കുറേ നാൾക്ക് ശേഷം എൻ്റെ ഡോഗിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ്, എൻ്റെ കൂപ്പറിനെ. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഉള്ളത്, കാരണം കുറേ നാളായി ഞാൻ കണ്ടിട്ട്. ലാസ്റ്റ് നാട്ടിൽ വന്ന സമയത്താണെങ്കിലും അതിനെ ട്രെയിനിങ്ങിനൊക്കെ വിട്ടേക്കുമായിരുന്നു. കള്ള ഇത്ര നേരം എനിക്ക് പിടിക്കണം. ഈ മണം ഓർക്കണില്ലേ, ഈ മണം ഓർക്കണ്ടോ, നീ ഓർക്കണ്ടോ, നീ ഓർക്കണ്ടോ, നീ ഓർക്കണ്ടോ ഉണ്ടോ? കടിക്കണോ നിനക്ക് തന്നെ, പറ കടിക്ക്. പറ 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 പറ. ഞാൻ എൻ്റെ കൂപ്പറിന് ഫുഡെല്ലാം കൊടുക്കുകയാണ് കേട്ടോ. കുറേ നാളായി ഞാൻ ഫുഡ് കൊടുത്ത്. ചെറുതായിരുന്നപ്പോൾ ഞാൻ തന്നെ ഡെയിലി എപ്പോഴും ഇങ്ങനെ ഫുഡ് കൊടുക്കുമായിരുന്നു. കൂപ്പറിനെ കൊണ്ട് കാറിലൊക്കെ നൈറ്റ് ഡ്രൈവ് കറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. ഹലോ, ഞാൻ എറണാകുളത്ത് ഒരു ദിവസം ഫുള്ള് കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തു. അതിനുശേഷം ഞാനിപ്പോൾ ഇന്നലെ രാത്രി ട്രെയിൻ കയറിയിട്ട് ഞാൻ കൊല്ലത്തേക്ക് വന്നാണ്. ശാസ്താംകോട്ടയാണ് എൻ്റെ ഫാദർ ഇവിടെ ഒരു ബിസിനസ്സായിട്ട് ശാസ്താംകോട്ടയിലുള്ളത്. അപ്പോൾ ഞാൻ ശാസ്താംകോട്ടയിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പം ഇന്ന് ഫുള്ള് റെസ്റ്റ് എടുക്കൽ തന്നെ, ഫുഡടി ഇതൊക്കെ തന്നെയാണ് പരിപാടി കേട്ടോ. അപ്പോൾ ഇതവിടെ നല്ല ചാമ്പക്ക ഉണ്ട്. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, കഴിഞ്ഞ ദിവസം ചാമ്പക്ക കിട്ടിയിട്ട് അപ്പോൾ എനിക്ക് ഫുള്ള് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, അപ്പോൾ ടേസ്റ്റൊന്നും കിട്ടുന്നുണ്ടായില്ല ത്രോട്ട് പെയിൻ ആയിട്ട്. അപ്പോൾ ഇത് അവിടെ എത്തിയപ്പോൾ ഇവിടെയും ഫുള്ള് ചാമ്പക്ക കണ്ട, കുറച്ച് ഫ്രഷായിട്ട് കഴിക്കാം. ഓക്കെ കണ്ട, വാ നല്ല വലുതാ. ഇവിടുത്തെ പുളി മധുരവും കൂടെയാണ്. അന്നത്തെ കുറച്ച് പുളി കൂടുതലായിരുന്നു. ഇത് സൈസ് ഭയങ്കര വലുതാട്ടോ. ഇവിടെ ഇതാ ഫുള്ള് റെസ്റ്റും ഫുഡടി ഇത് മാത്രമാണ് നടക്കുന്നത്. നല്ല 2 മീൻ പൊരിച്ചത്, പിന്നെ ചോറ്, പിന്നെ
മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള മീൻകറി തേങ്ങ അരച്ചിട്ട് പിന്നെ നല്ല ക്യാബേജ് ഉപ്പേരി ഇതെല്ലാം കൂടെ ഞാൻ കഴിക്കാൻ വേണ്ടി പോകുന്നിട്ടാ. വായിൽ വെള്ളം വരുന്നുണ്ട്, കഴിക്കട്ടെ. ഈ റെസ്റ്റ് എന്ന് പറയുന്നത് ഫുള്ള് ഫുഡ് അടിയാണ് കേട്ടോ. എന്താ കുമ്പളപ്പാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ അതിന് വേറെ എന്തോ പേരാ പറയുന്നതെന്ന് തോന്നുന്നു. ഇത് ഡിഫറെൻ്റ് ആണ് കേട്ടോ. എൻ്റെ നാട്ടിൽ ഇല വെച്ചിട്ടാണ് കുമ്പളപ്പം ഉണ്ടാക്കുക. ഇത് കൊല്ലത്തായതുകൊണ്ട് ഇവിടെ മറ്റേ എന്തോ ഒരു ടൈപ്പ് ഇല, അതിൻ്റെ പേരേ എനിക്കറിയില്ല. കണ്ടോ, ഇങ്ങനെ ഒരു ഇല, നമുക്ക് ഈ ഒരു ഇല വെച്ചിട്ടാണ് അവിടെ ഇവർ ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ ഇലയ്ക്ക് എന്തോ ഒരു സ്മെല്ലും ഉണ്ട്. അടിപൊളി ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ തേങ്ങേൻ്റെ ഇതൊക്കെ കടിക്കാൻ കിട്ടും. ഓ, പക്ഷെ കുമ്പളപ്പം വാഴൻ്റെ ഇല ഉണ്ടാക്കിയാൽ വേറെ ടേസ്റ്റാണ്, ഈ ഇല ഉണ്ടാക്കിയാൽ വേറെ ടേസ്റ്റാണ്. ഇത് കുമ്പളപ്പല്ല, വേറെ എന്തോ ഇതിൻ്റെ പേര് പറയാം. ഞാനപ്പോൾ ഫുഡെല്ലാം കഴിച്ച് നല്ലപോലെ റെസ്റ്റ് എടുക്കട്ടെ. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.